ഇത്രയും കാലത്തിന്റെ ബിസിനസ്സിനിടയിൽ 4-5 തവണയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിന്റെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. തൂക്കം ഒന്ന് നോക്കട്ടെ. സാർ, എന്താണ് ഇവിടെ ബിസിനസ്? ജ്വല്ലറിയാണ് സാർ. അതിനിവിടെ കാര്യമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. സാർ, എനിക്ക് ലൈസൻസ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്വർണ്ണങ്ങൾ വിലയ്ക്ക് എടുക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇവരോ? അത് സ്വർണം വിൽക്കാൻ വന്നവരാണ് സാർ. ഇവര് ഏത് സ്വർണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നത്? സാർ ഇതാ. ഇത് എന്റെ താലിമാലയാണ് സാർ. ഏകദേശം ഇതുപോലെ തന്നെയാണ് സാർ. എന്താ സാർ, എന്താ പ്രശ്നം? കുറച്ചു മുമ്പ് ഒരു ചെയിൻ സ്നാച്ചിങ് നടന്നിട്ടുണ്ട്, കുറച്ചപ്പുറത്തെ റോഡ് വെച്ചാ. അത് ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? മാല നഷ്ടപ്പെട്ട സ്ത്രീ അടയാളം പറഞ്ഞത് ഏകദേശം ഇങ്ങനെ ഒരു മാലയാ. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? 10 മിനിറ്റ് മുമ്പ് വരെ രാധികയുടെ കഴുത്തി കിടന്ന മാലയത്. മിസ്റ്റർ, നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. തൽക്കാലം ഈ മാല ഞങ്ങൾ സ്റ്റേഷൻ വരെ കൊണ്ടുപോവാം. നിങ്ങൾ മണിയന്നൂർ സ്റ്റേഷനിലേക്ക് വന്നോളൂ. അവിടെ ഒന്ന് ഒപ്പിട്ടിട്ട് മാല തിരികെ കൊണ്ടുപോവാം. അതിനൊക്കെ ആവശ്യമുണ്ടോ സാറേ? എവിടെയെങ്കിലും ഒരു മാലാമോഷണം നടന്ന ഈ നാട്ടിൽ മാലയിട്ടുണ്ടോ നടക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ചോദ്യം ചെയ്യും. അവരുടെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ നിങ്ങൾ അങ്ങ് തിരിച്ചെടുത്തോണ്ട് പോകുമോ? നീ ആരാ? ഞാനും ഏട്ടനാ. ഞങ്ങൾ കണിമംഗലത്തെയാ. കണിമംഗലം പരമേശ്വരന്റെ മക്കളാ. ആരുടെ മക്കളായാലും ശരി, ഇതിപ്പോ ഞങ്ങൾ കസ്റ്റഡി എടുക്കുക. സ്റ്റേഷനിൽ വന്നാൽ മാല തിരിച്ചു തരാം. പറ്റില്ല സാർ. എടോ, താൻ എന്റെ ഡ്യൂട്ടി തടയാൻ നിൽക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് തിരിച്ചു കിട്ടാനും നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എന്താ സാർ ഇത്? സാർ, ഞങ്ങളൊരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയ താലിമാല ഊരി വിൽക്കുന്നത്. അതിന് പോലും തടസ്സം പറയാന്ന് വെച്ചാ? തടസ്സം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. സ്റ്റേഷനിലേക്ക് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ? നടക്കടോ. സാർ, പറ്റില്ല. അത് കൊണ്ടുപോകാൻ പറ്റില്ല. എടോ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ സ്റ്റാച്ചിങ് നടത്തിയത് നീയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ മാല മാത്രമല്ല, നിന്നെ കൂടെ ഞാൻ തൂക്കിക്കൊണ്ടുപോകും. അത് വേണോ? വരും. വാടോ.